ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കലിയോൻ മിനിസ്ട്രീസ് നടത്തിവരുന്ന മിസ് പ്രോഗ്രാമിൻ്റെ 53ാമത് എപ്പിസോഡിലേക്ക് എത്തിച്ചേരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് എല്ലാ മഹത്വവും കർത്തൃപാദത്തിൽ അർപ്പിക്കുന്നു. ഇന്ന് ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിട്ടുള്ളത് സഹോദരൻ ആശിഷ് രാജൻ, സഹോദരി ആൻസി രാജൻ കടമ്പനാട് എന്ന സ്ഥലത്തു നിന്നും വന്ന ഈ രണ്ട് പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. അവരിൽ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. കർത്താവ് എല്ലാ കൃപകളും നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് ഗാനങ്ങൾക്ക് നരേഷൻ നൽകുവാനും ലഘു സന്ദേശം അറിയിക്കുവാനും ഇവിടെ എത്തിയിട്ടുള്ളത് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ BA പ്രസാദ് നല്ലില് അവരുകളാണ്. പ്രിയ കർത്തൃദാസനെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് സുനിൽ കൊട്ടാരക്കരയാണ്. ഈ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ആശിഷിൻ്റെയും ആൻസിയുടെയും പിതാവായ പാസ്റ്റർ രാജൻ മാനുവേൽ അവർ മുന്നോട്ട് വന്ന് ചുരുക്കം വാക്കിൽ പ്രാർത്ഥിച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്തൃദാസൻ BA പ്രസാദ് അവർ നിർവഹിക്കുന്നതായിരിക്കും. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ട് കർത്തൃദാസന്മാരെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്തിനായ സ്തോത്രം. ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഇപ്രകാരം അങ്ങയുടെ ഗാനങ്ങളെ പാടുവാൻ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങളെക്കുറിച്ച് ഓർത്ത് അങ്ങേ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 52ഓളം എപ്പിസോഡുകൾ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പാടുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഈ 53ാമത്തെ എപ്പിസോഡും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഗാനങ്ങൾ കേൾക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും അത് സന്തോഷമായിരിക്കാൻ, അവരുടെ ആത്മാവിന് അനുഗ്രഹമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ മുഖാന്തരങ്ങളെല്ലാം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ പാടുവാൻ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യാൻ പ്രിയ പൈതലിനെ ബലപ്പെടുത്തണമേ കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷയിൽ സന്ദേശങ്ങൾ നൽകുന്ന കർത്തൃദാസനായ സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കും കർത്താവേ. ഇത് തീരുവോളം അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവാങ്കലിയോൻ മിനിസ്ട്രിയുടെ 53ാം എപ്പിസോഡിലേക്ക് നമുക്ക് കൃപയാൽ കടന്നു വരുവാൻ വലിയവനാ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. സ്നേഹവാനായ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ ഉയരം, അതിൻ്റെ നീളം, അതിൻ്റെ വീതി മാനുഷിക നാവുകളാൽ വർണ്ണിക്കുവാൻ സാധ്യമല്ല. അത്രമാത്രം വലിയ സ്നേഹമാണ് ദൈവം നമ്മിൽ ചൊരിഞ്ഞത്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും വീണ് നമിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മെ കൊടുമ്പാപികളായ നമ്മെ സ്വർഗോന്നതങ്ങളിലെ സ്നേഹവാനായ ദൈവം നമ്മെ സ്നേഹിച്ച ആ സ്നേഹം എത്രയോ ആശ്ചര്യമാണ്, അതെത്രയോ അത്ഭുതമാണ്. ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന അതിമനോഹരമായ ഒരു പഴയ ഗാനമാണ് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. ആ പാട്ടോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഈ പാട്ട് പാടുന്നത് ആശിഷ് എന്ന പൈതലാണ്. നമുക്കായി പാടുന്നതാണ്. എന്തതിശയമേ
ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന മോദമെഴും തിരുമാർവിലുല്ലാസമായി
സന്തതം ചേർന്നിരുന്ന ജാതനാമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ ജാതനാമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ ദൈവമേ നിൻ സ്നേഹമതിൻ വിധം ദൈവമേ നിൻ സ്നേഹമതിൻ വിധം ആർക്കു ഗ്രഹിച്ചറിയാ എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത് എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ സന്തതം കാണുന്നു ഞാൻ സന്തതം കാണുന്നു ഞാൻ നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നും എന്നേക്കും അന്യപ്പെട്ടുപോയ അകന്നുപോയ ദൂരവേ പോയ മനുഷ്യവർഗത്തെ തേടി ഉന്നതങ്ങളിൽ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന ആ സ്നേഹം എത്രയോ വലുതാണ്. ആ മഹാസ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞു. ആ സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാൽവരി ക്രൂശിലാണ്. പാപിയെ സ്നേഹിക്കുന്ന ആ സ്നേഹം അതെത്രയോ വലിയ സ്നേഹമാണ്, എത്രയോ ശ്രേഷ്ഠകരമായ സ്നേഹമാണ്. ആ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന സ്നേഹമേ എന്നെ തേടി വന്ന ആ മനോഹരമായ പ്രത്യാശ ഗാനം ഇപ്പോൾ ആൻസി എന്ന പൈതൽ നമുക്കായി ആലപിക്കുന്നതാണ്.
ഒരു ദൈവബദലിനെ സംബന്ധിച്ചിടത്തോളം ഈ നശ്വരമെന്ന ലോകത്തിൽ നിന്നും, പാപപങ്കുലമായ ലോകത്തിൽ നിന്നും, അന്ധകാര നിബിഡമായി ഇരിക്കുന്ന ലോകത്തിൽ നിന്നും, കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ കൂടെ കടന്നു പോകുന്ന ഈ ലോകത്തിൽ നിന്നും നമ്മുടെ കാന്തൻ നമ്മെ ചേർക്കുവാൻ എപ്പോൾ വരും എന്നുള്ള ഏക പ്രത്യാശയോടുകൂടെ, ആഗ്രഹത്തോടു കൂടിയാണ് ഒരു ദൈവബദൽ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതാണല്ലോ നമ്മുടെ ഏക പ്രത്യാശ. നമ്മുടെ ആത്മമണവാളനും കാന്തനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ചേർക്കുവാൻ വേഗം വരും എന്ന് അരുളി ചെയ്തിട്ടാണ് അവൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർക്കുകയാണല്ലോ ദൈവമക്കളായ നാം. ആ നിലയിൽ കാന്ത താമസമെന്തഹു, എൻ്റെ വരവിന് എന്താ താമസം കാന്ത എന്ന് ഒരു ദൈവബദൽ ചോദിക്കുകയാണ്. ആ മനോഹരമായ പ്രത്യാശാ ഗാനം അടുത്തതായിട്ട് നമുക്ക് ശ്രവിക്കാം. ആശിഷ് പൈതൽ വന്ന് ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. താമസം എന്ത് കാന്തതാമസം എന്ത് വന്നിടാനീശു കാന്തതാമസം എന്ത് കാന്ത നിൻ വരവിനായി കാത്തിരുന്നെൻ്റെ മനം വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നേ മാനുവേലേ മങ്ങുന്നേ മാനുവേലേ കാന്തതാമസം എന്ത് വന്നിടാനീശു കാന്തതാമസം എന്ത് വേഗത്തിൽ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടിത്ര വർഷമായിരിക്കുന്നു മേഘങ്ങളിൽ വരുമെന്ന് പറഞ്ഞതോ ദാഹത്തോടെ ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല ആഗമനം ഞാൻ നോക്കി ആശയോടിരിക്കയായി ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല ആഗമനം ഞാൻ നോക്കി
താമസം എന്തോ വന്നിടാനേശു കാന്ത താമസം എന്തോ നീ നോക്കുന്നില്ലയോ എന്നെ വിലാപം ശബ്ദം നീ കേൾക്കുന്നില്ലയോ തക്കം നോക്കിയിടുന്നില്ലയോ പിശാചൻ മനം വെക്കം ഹനിപ്പാനൈ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി വെക്കം നിൻ മണവാട്ടിയാക്കി കൊള്ളുവാൻ പ്രിയ താമസം എന്തോ വന്നിടാനേശു കാന്ത താമസം എന്തോ വന്നിടാനേശു കാന്ത താമസം എന്തോ കാന്ത നിൻ വരവിനായി കാത്തിരുന്നെൻ്റെ മനം വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നേ മാനുവേലേ മങ്ങുന്നേ മാനുവേലേ കാന്ത താമസം എന്തോ വന്നിടാനേശു കാന്ത താമസം എന്തോ താമസം എന്തോ വന്നിടാനേശു കാന്ത താമസം എന്തോ ഒരു ദൈവബദലിൻ്റെ വിശ്വാസ ജീവിതം ഈ ലോകത്തിൽ വളരെ ധന്യമായി വളരെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുവാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുവാനായ യേശു ക്രിസ്തു നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ കർത്താവിൽ ആശ്രയിച്ച് ശരണീഭവിക്കുന്ന ഒരു ദൈവബദൽ അവൻ്റെ ജീവിതം എപ്പോഴും സുരക്ഷിതമാണ്. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യവർഗത്തിന് ജീവിതത്തെ കെട്ടിപ്പടുത്തുയർത്തുവാൻ, സംരക്ഷിക്കുവാൻ, സുരക്ഷിത നൽകുവാൻ സ്വർഗ്ഗത്തെ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി തന്നു. ആ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിലെ യാഗത്താൽ നമ്മുടെ ജീവിതം സുസ്ഥിരമാക്കി തരുവാൻ, നമ്മെ അവനോട് അടുപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ നിലയിൽ നമ്മുടെ ജീവിതം എത്രയോ ധന്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണ്. കാരണം നാം കർത്താവിനോട് കൂടെ നിത്യതയിൽ യുഗായുഗമായി നിത്യതയോളം വാഴാൻ പോകുന്ന ആ വലിയ പ്രത്യാശ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദൈവ പൈതലിൻ്റെ ആ വലിയ പ്രത്യാശയെക്കുറിച്ച് ഭക്തൻ ഇപ്രകാരം പാടി: ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമായ ജീവിതം വേറെയുണ്ടോ? ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം സഹോദരൻ ഇട്ടിക്കൽ കുഞ്ഞുമോൻ ഇപ്പോൾ നമുക്കായി ആലപിക്കുന്നതാണ്.
വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു താൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ദേശത്തു പരദേശിയായി മന്നേതിൽ കൂടാരവാസികളായി. അന്യദേശത്തു പരദേശിയായി മന്നേതിൽ കൂടാരവാസികളായി. ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വണ്ണകരത്തിനായി കാത്തു വസിക്കുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ. അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ. അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായി അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായി അക്കരെ വാഗ്ദത്ത നാട്ടിനു പോകുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ?
ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തൻ്റെ ജ്ഞാനത്തിനൊത്ത് ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തൻ്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്നൊരു നമ്മുടെ ദേവൻ തീർത്തു തരുന്നൊരു നമ്മുടെ ദേവൻ സ്തോത്രം പാടിടുവിൻ ഹല്ലേലൂയ ആമേൻ. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമ ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമ ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമ ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമ ജീവിതം വേറെയുണ്ടോ? ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ ദൈവത്തിന് നന്ദി കരയേറ്റുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ഈ നശ്വരമെന്ന ലോകത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് അവൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ആ നിലയിലാണ് നമ്മെ അവൻ പരിപാലിക്കുന്നതും വഴി നടത്തുന്നതും. നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ ഈ സന്ധ്യാവേള കാണുവാൻ കഴിയാതെ ലോകത്തോട് വിട പറഞ്ഞു. അനേകർ രോഗികളായി തീർന്നു. അനേകർ കഷ്ടത്തിൽ കൂടി ഞെരുക്കത്തിൽ കൂടിയും കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ അവിടുത്തെ മക്കളായ നമ്മെ ദൈവം എത്രത്തോളം കരുതി, അവൻ നമ്മെ എത്രത്തോളം പരിപാലിച്ചു, അതിനെ ഓർത്ത് നാം നന്ദി എപ്പോഴും നമ്മുടെ ദൈവത്തിന് അർപ്പിക്കാറുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഒഴിച്ചുകൂടാത്ത ഒരു ഉത്തരവാദിത്വമാണ് അവൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളത്. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അതെ, അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ എത്ര അനവധിയാണ് പ്രിയപ്പെട്ടവരെ. അതിനെല്ലാം നാം നന്ദി അർപ്പിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തെ ഒരു ദൈവബോധത്തിൽ അവൻ്റെ മനം കൊണ്ട് അവൻ്റെ ഉള്ളം കൊണ്ട് എപ്പോഴും പാടി അവനെ സ്തുതിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഷ്ടതയിലും ഞെരുക്കത്തിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നാം പാടി മനം കൊണ്ട് നാം ആനന്ദിക്കേണ്ടവരാണ്. അതുകൊണ്ടൊരു ഭക്തൻ ഇങ്ങനെ പാടും, നന്ദിയോടെ മനം പാടും. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് വേണ്ടി ആനസി പൈതൽ മുന്നോട്ട് കടന്നു വന്ന് ഈ ഗാനം ആലപിക്കുന്നതാണ്.
പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്നും എന്നേക്കും അകന്നുപോയ ശത്രുക്കളായി തീർന്ന മാനവരാശിയെ ഒന്നടങ്കം വീണ്ടെടുത്ത് ദൈവഭാഗത്തേക്ക് ദൈവമക്കളാക്കി കൊണ്ടുവരുവാൻ പരിശുദ്ധനായ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം അതെത്രയോ വലിയ സ്നേഹമാണ്. എന്തതിശയമേ, എന്നെ തേടി വന്ന സ്നേഹമേ എന്ന് പ്രാരംഭത്തിൽ നാം ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ ഇടയായി. പാപികളും ദോഷികളുമായ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ രക്ഷിക്കുവാൻ ആ ക്രൂശിൽ തൻ്റെ പുത്രനെ അവിടുന്ന് യാഗമാക്കി തീർത്ത ആ അതിഭയാനകരമായ രംഗത്തെ പാട്ടുകാരൻ നോക്കിക്കൊണ്ട് ഇപ്രകാരം വർണ്ണിക്കുകയാണ്: ഈ നിലയിലാണല്ലോ കൊടുംപാപിയായ എന്നെ അങ്ങ് സ്നേഹിച്ചത്. അതേ പ്രിയമുള്ളവരെ, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തകർത്തു കളഞ്ഞു. കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ വികൃതരൂപനാക്കിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച ആ സ്നേഹം എത്രയോ ശ്രേഷ്ഠമായ ഉന്നതമായ സ്നേഹമാണ്. നമുക്കൊരിക്കലും അത് അർഹിക്കപ്പെട്ടതായിരുന്നില്ല. നമ്മളെല്ലാവരും പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിത്യ നരകത്തിന് അവിടുന്ന് യോഗ്യരായി തീർന്ന എന്നെ നിങ്ങളെയും അതിൽ നിന്ന് രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ നമ്മെ സ്നേഹിച്ച സ്നേഹം ആ ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് അലറിക്കരയുന്ന ദൈവപുത്രന്റെ ആ നിലവിളി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. ആ നിലയിൽ തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞ് നമ്മെ സ്നേഹിച്ച ആ ദൈവസ്നേഹത്തെ നോക്കിക്കൊണ്ട് പാട്ടുകാരിങ്ങനെ ചോദിക്കുകയാണ്: എന്തോ ഒരു സ്നേഹം ഇത്! കൊടുംപാപിയായ എന്നെ സ്നേഹിക്കുവാൻ, ഈ നിലയിൽ എന്നെ ആദരിക്കുവാൻ, എനിക്ക് വേണ്ടി ജീവനെ അർപ്പിക്കുവാൻ, എന്നെ അങ്ങയുടെ ഒരു മകനാക്കി തീർക്കുവാൻ, ആ നിത്യ നരകത്തിൽ എന്നെ വീണ്ടെടുക്കുവാൻ എന്നെ ഈ നിലയിൽ സ്നേഹിച്ചല്ലോ. ഈ സ്നേഹം എന്തൊരു സ്നേഹം ഇത്! പ്രിയ ദൈവമക്കളെ, നമുക്ക് ആ സ്നേഹത്തെക്കുറിച്ച് ഒന്നും കൂടെ ഓർക്കാം. എന്നെ ഈ നിലയിൽ കർത്താവ് സ്നേഹിച്ചല്ലോ എന്ന് ഓർത്ത് നന്ദി അർപ്പിക്കാം. ഈ മനോഹരമായ ഗാനം ദൈവദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ മുന്നോട്ട് കടന്നു വന്ന് നമുക്കായി ആലപിക്കുന്നതായിരിക്കും. ചൊരിഞ്ഞു മരിച്ചിടുവാൻ ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയായി തൻ പദവി വെടിഞ്ഞിതുഹാ അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയായി തൻ പദവി വെടിഞ്ഞിതുഹാ
സ്നേഹമിത് നമുക്കാഗ്രഹിക്കാവതിലും അവനപ്പുറമായി ചെയ്ത സൽക്രിയയാ മരക്കുരിശതിൽ കാണുന്നു നാം. അവനപ്പുറമായി ചെയ്ത സൽക്രിയയാ മരക്കുരിശതിൽ കാണുന്നു നാം. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയായി തൻ പദവി വെടിഞ്ഞിതുക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയായി തൻ പദവി വെടിഞ്ഞിതുക. നിത്യമാം സ്നേഹമിത് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. നിത്യമാം സ്നേഹമിത് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അവസാനത്തോളം അവൻ സ്നേഹിച്ചിടും, ഒരു നാളും കുറഞ്ഞിടുമോ. അവസാനത്തോളം അവൻ സ്നേഹിച്ചിടും, ഒരു നാളും കുറഞ്ഞിടുമോ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയായി തൻ പദവി വെടിഞ്ഞിതുക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയായി തൻ പദവി വെടിഞ്ഞിതുക. സ്നേഹമിത് ദൈവം പുത്രനെ കൈവെടിഞ്ഞു. നിസ്തുല സ്നേഹമിത് ദൈവം പുത്രനെ കൈവെടിഞ്ഞു. തൻ്റെ ശത്രുക്കൾക്കായി തകർക്കാൻ ഹിതമായി ഇതുപോലൊരു സ്നേഹമുണ്ടോ. തൻ്റെ ശത്രുക്കൾക്കായി തകർക്കാൻ ഹിതമായി ഇതുപോലൊരു സ്നേഹമുണ്ടോ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയായി തൻ പദവി വെടിഞ്ഞിതുക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയായി തൻ പദവി വെടിഞ്ഞിതുക. ഇതുവരെ നാം മലയാളത്തിലെ ഗാനങ്ങളാണല്ലോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്.
ഇനി അടുത്തതായിട്ട് നാം ശ്രദ്ധിക്കാൻ പോകുന്നത് ഒരു ഹിന്ദി ഗാനമാണ്. ഓ മേരെ ഖുദാ എന്ന ഹിന്ദി ഗാനം കഷ്ടതയിലും പ്രയാസത്തിലും ഞെരുക്കത്തിൽ കൂടിയും കടന്നു പോകുന്ന ഒരു ദൈവപൈതല് അവൻ ഏക ആശ്രയം കർത്താവായ ദൈവമാണ്. അവനെ പരിപാലിക്കുന്നതും അവനെ വഴി നടത്തുന്നതും ദൈവമാണ്. ഈ അർത്ഥം വരുന്ന ഈ ഓ മേരെ ഖുദാ എന്ന ഈ ഹിന്ദി ഗാനം ആശിഷ് മുന്നോട്ട് കടന്നു വന്ന് നമുക്കായിട്ട് പാടുന്നതായി. जीवन मेरा सुखी रहना। ओ मेरे खुदा, ओ मेरे प्रभु, जीवन मेरा सुखी रहना। दुनिया में संकट आएगा आएगा, दुनिया में संकट आएगा आएगा, तेरे वचनों से प्रभु शक्ति देना, तेरे वचनों से प्रभु शक्ति देना। ओ मेरे खुदा, ओ मेरे प्रभु, जीवन मेरा सुखी रहना। ओ मेरे खुदा, ओ मेरे प्रभु, जीवन मेरा सुखी रहना। दुनिया में जब दुख आएगा आएगा,
संभालेना साथ तू रखना प्रभु संभाल लेना। ओ मेरे खुदा ओ मेरे प्रभु जीवन मेरा सुखी रहना। ओ मेरे खुदा ओ मेरे प्रभु जीवन मेरा सुखी रहना। दुनिया में तकलीफ आएगी आएगी, दुनिया में तकलीफ आएगी आएगी। धीरज देना प्रभु संभाल लेना, धीरज देना प्रभु संभाल लेना। ओ मेरे खुदा ओ मेरे प्रभु जीवन मेरा सुखी रहना। ओ मेरे खुदा ओ मेरे प्रभु जीवन मेरा सुखी रहना। ओ मेरे खुदा ओ मेरे प्रभु जीवन मेरा सुखी रहना। ओ मेरे खुदा ओ मेरे प्रभु जीवन मेरा सुखी रहना। കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നേരിടുമ്പോൾ മനുഷ്യ സഹജമായി നേരിടുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് പതറുക എന്നുള്ളത്. ഏത് വിഷയവും നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ശക്തി ക്ഷയിക്കുമ്പോഴാണ് മനസ്സ് പതറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇടറിപ്പോകാറുണ്ട്, ചഞ്ചലപ്പെട്ടു പോകാറുണ്ട്. ആ വേളകളിൽ, ആ കഷ്ടതകളിൽ ഒരു ദൈവബദലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉയരങ്ങളിലേക്ക് അവൻ നോക്കണം. തിരുവനന്തപുരത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. സങ്കീർത്തനക്കാരൻ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. അവൻ നമ്മുടെ ഇടയനാകുന്നു, അവൻ നമ്മുടെ ജീവിതത്തിൽ സഹിയായി നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് സഹായം ഇവിടുന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവങ്കിൽ നിന്ന് വരുന്നു. അതേ പ്രിയ ദൈവമക്കളെ, ഈ കഷ്ടതകളുടെയും ഞെരുക്കത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ നാം പതറിപ്പോകാതെ ഒരു ദൈവബദൽ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മെ സഹായിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ, നമ്മുടെ കരങ്ങളെ പിടിച്ച് മുന്നോട്ട് നമ്മുടെ ക്രിസ്തീയ ജീവൻ നയിപ്പാൻ അവൻ നമ്മോട് കൂടെയുണ്ട്. ഈ ആശ്വാസമായി വരുന്ന, ഈ അർത്ഥം വരുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് അടുത്ത് നാം ശ്രവിക്കാൻ പോകുന്നത്. എൻ മനസ്സുയരുന്നഹോ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്കായി സഹോദരി ആൻസി മുന്നോട്ട് കടന്നു വന്ന് ആലപിക്കുന്നതായിരിക്കും.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ നാം അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങളാൽ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടാണല്ലോ ഇരുന്നത്. ഇനി നാം നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്ന അല്പസമയം തിരുവചനം ചിന്തിക്കാനായിട്ട് വേർതിരിക്കുകയാണ്. ഞങ്ങളെ ഈ സൂം മീറ്റിങ്ങിൽ കൂടെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്കും സ്നേഹിതന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നു. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതയിൽ ഒന്നാണ് ഇവിടെ നാം വായിച്ച് ശ്രദ്ധിച്ച് കേട്ടത്. ഈ വാക്യത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയമാണ് അടങ്ങിയിരിക്കുന്നത്. 1, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. 2, സകലരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിച്ചേരണം. ഇതാണ് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന ഒരു ദൈവമത്രേ. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും അതിനുവേണ്ടിയാണ്. സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? രക്ഷപ്പെടണമെന്ന് ആ വാക്ക് അല്ലെങ്കിൽ ആ പദപ്രയോഗം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്, ശിക്ഷിക്കപ്പെട്ട ഒരുവൻ അത്രേ രക്ഷ ആവശ്യമായിരിക്കേണ്ടത്. സകല മനുഷ്യരും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ ശിക്ഷിക്കപ്പെട്ടവരാണ്. എന്താണ് മനുഷ്യൻ ചെയ്ത ശിക്ഷ? സൃഷ്ടികർത്താവായ ദൈവത്തോട് മനുഷ്യൻ ചെയ്ത ശിക്ഷ എന്താണ്? അത് വ്യക്തമായി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപം എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്ന്. ദൈവം ആദ്യ മനുഷ്യനായ ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ പരദീസയിൽ ആക്കിയിട്ട് അവരോട് ദൈവം കൽപ്പിച്ച ഒരു കൽപ്പനയുണ്ട്. നിങ്ങൾ ഈ തോട്ടത്തിൽ നിൽക്കുന്ന സകല വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നുള്ള ആ മുന്നറിയിപ്പ് ദൈവം മനുഷ്യന് കൊടുക്കുകയുണ്ടായി. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം കൊടുത്ത ആ മുന്നറിയിപ്പ് അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ ദൈവവുമായിട്ടുള്ള സംസർഗത്തിലും സന്തോഷത്തിലുമായിരുന്ന മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുവാൻ, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ പ്രതിയോഗിയായ പിശാച് ആഗ്രഹിക്കുകയും ആ നിലയിൽ ഒരു ദിവസം തോട്ടത്തിൽ പിശാച് സന്ദർശിക്കുകയും അങ്ങനെ മനുഷ്യനുമായിട്ടുള്ള സംഭാഷണത്തിൽ അവരെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ ഇടയായി തീർന്നു. ഇതത്രേ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്നുള്ളത്. ആ പാപം അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളം മാകുന്ന മരണം അതോടുകൂടെ മനുഷ്യവർഗം ഏറ്റുവാങ്ങുവാൻ ഇടയായി. ദൈവം അവരോട് പറഞ്ഞത് നീ തിന്നുന്ന നാളിൽ മരിക്കും എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യനെ അവിടുന്ന് വാസ്തവമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിശാച് നിങ്ങളിത് മരിക്കയില്ല, മറിച്ച് ദൈവത്തെ പോലെ യാഗം ജീവിക്കുമെന്നാണ് അവർക്ക് കൊടുത്ത സന്ദേശം. അത് പരമോന്നതനായ സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ വാക്ക് മനുഷ്യൻ ലംഘിച്ചപ്പോൾ, ദൈവത്തെ മറന്നപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ, പിശാചിൻ്റെ വാക്കിന് വില കൊടുത്തുകൊണ്ട് അതിനെ അനുസരിച്ചപ്പോൾ മനുഷ്യൻ പാപത്തിലേക്ക് നിതംപതിക്കുവാനിടയായി. ആ പാപത്തിൻ്റെ അഗാധത്തിലേക്ക് മനുഷ്യൻ ചെന്ന് വീഴുവാനിടയായി തീർന്നു. അങ്ങനെ ആ മനുഷ്യവർഗത്തെ വീണ്ടും സൃഷ്ടികർത്താവായ ദൈവം അവിടുന്ന് രക്ഷപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കിയ പദ്ധതി അത്രേ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷാ പദ്ധതി എന്നുള്ളത്.
ആ രക്ഷാപദ്ധതിയെക്കുറിച്ചാണ് ഇവിടെ നാം വായിച്ച് കേട്ടത്. സകല മനുഷ്യരും രക്ഷപ്പെടണം എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അതാണ് പ്രിയമുള്ളവരെ. നാം പാട്ടിൽ കൂടെ ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചു കൊണ്ടാണല്ലോ ഇരുന്നത്. ദൈവം പാപിയെ സ്നേഹിക്കുകയുണ്ടായി. പാപിയായ മനുഷ്യനെ അവിടുന്ന് ശമ്പളമാകുന്ന മരണം ഏറ്റുവാങ്ങിയെങ്കിലും ആ മരണം നിത്യശിക്ഷാവധിയാകുന്ന നരകം എന്നുള്ളതാണ്. ആ നരകയാതന അനുഭവിക്കേണ്ട മനുഷ്യനെ അവിടുന്ന് ഇത്രത്തോളം സ്നേഹിച്ച് ആ നരകയാതനയിൽ നിന്ന് രക്ഷിച്ച് ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, ദൈവത്തിന് നമ്മോട് കൃപ തോന്നി എന്നുള്ളതാണ്. ആ നിലയിലാണ് ദൈവം അവിടുന്ന് ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷപ്പെടണം എന്നുള്ളത്. സാധാരണ നാം ഇങ്ങനെ നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ അയൽവാസികളോട് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ച് കഷ്ടതയിൽ കൂടെയും ബുദ്ധിമുട്ടിൽ കൂടെയും ഞെരുക്കത്തിൽ കൂടെയും കടന്നു പോകുമ്പോൾ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഒരു നാൾ അവരുടെ മക്കൾ കൂടെ അവിടുന്ന് അവർ രക്ഷപ്പെടുവാൻ അവരെ പഠിപ്പിച്ച് അവർക്ക് ജോലിയൊക്കെ കിട്ടി അവർ രക്ഷപ്പെടുമ്പോൾ നാം ഇങ്ങനെ അവരോട് പറയാറുണ്ട്, നീ രക്ഷപ്പെട്ടു, ഇത്ര നാൾ നീ കഷ്ടതയിൽ കൂടെ കടന്നുപോയെങ്കിലും നീ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് നാം പറയാറുണ്ട്. മറ്റൊരു നിലയിൽ നാം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുവന് ഭാഗ്യക്കുറി അടിച്ചാൽ അവരോട് പറയാറുണ്ട്, നീ ഭാഗ്യവാനാണ്, നീ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ആ ഒരു രക്ഷപ്പെടലിനെ കുറിച്ചല്ല ഇവിടെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രക്ഷപ്പെടൽ എന്നുള്ളത്. ദൈവം ആഗ്രഹിക്കുന്ന രക്ഷപ്പെടൽ ആത്മീയമായി രക്ഷ എന്നുള്ളതാണ്. ആത്മീയമായ രക്ഷ നമുക്ക് തരുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ അവനിമുഖത്തിലേക്ക് നൽകി തന്നതും. അതുകൊണ്ട് സകല മനുഷ്യരും രക്ഷപ്പെടണം എന്നുള്ളതാണ്. ആ സകല മനുഷ്യരും എന്നുള്ള പദപ്രയോഗത്തിൽ ഒരു മനുഷ്യനെയും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരായി തീർന്നുവെന്ന് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ശ്രദ്ധിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, സകല മനുഷ്യരും പാപത്തിൻ്റെ പട്ടികയിൽപ്പെട്ടവരാണ്. ജാതിഭേദമന്യേ, വർഗവ്യത്യാസഭേദമന്യേ, വിദ്യാഹീനനോ വിദ്യാസമ്പന്നനോ എന്ന വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും, കറുത്തവരോ വെളുത്തവരോ എന്ന വ്യത്യാസമില്ലാതെ ലോകത്തുള്ള സകല മനുഷ്യരും ആദാമ്യ സന്താന പരമ്പര മുതൽ ഇനി ജനിക്കാൻ പോകുന്ന തലമുറയും പാപത്തിൻ്റെ പട്ടികയിൽപ്പെട്ടവരാണ്, പാപത്തിൽ പിറക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപത്തിൽ പിറക്കുന്ന സകല മനുഷ്യരും ശിക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ മുമ്പാകെ ശിക്ഷ ഏറ്റുവാങ്ങിയവരാണ്. അതുകൊണ്ട് എന്നാൽ സ്നേഹവാനായ ദൈവം ആ ശിക്ഷിക്കപ്പെട്ടു എങ്കിലും ആ നിത്യ നരകത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ദൈവം നമുക്കൊരു രക്ഷാപദ്ധതിയും കൂടെ ഒരുക്കി തരികയുണ്ടായി. ആ രക്ഷാപദ്ധതി എത്രേ? കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷാപദ്ധതി. അതാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ദൈവം നൽകിയ ഏകനാമം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം. അതത്രേ ഒരു പാപിക്ക് രക്ഷപ്പെടുവാനുള്ള ഏക നാമം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ മാന്യ സ്നേഹിത, താങ്കൾ ഇപ്പോൾ പാപത്തിൽ കൂടെ ജീവിക്കുകയാണെങ്കിൽ, പാപിയായി ജീവിക്കുകയാണെങ്കിൽ, പാപവഴിയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ താങ്കളോട് പറയട്ടെ, താങ്കൾക്ക് രക്ഷപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു നാമം, അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഘോരഘോരമായി ഈ നാമത്തെ ഉയർത്തി പ്രസംഗിക്കുന്നത്. വേറൊരു നാമം ഇല്ലാത്തത് കൊണ്ടാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. താൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. ആ നാമം അത്രേ മനുഷ്യവർഗത്തെ തേടി വന്ന ഉന്നതമായ നാമം, ശ്രേഷ്ഠമായ നാമം. ആ നാമം ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നാമം. ആ നാമം നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് അവസാനിച്ച നാമമല്ല. പ്രത്യുത അവൻ മരണത്തെ ജയിച്ചു എന്നേക്കും ജീവിക്കുന്ന, ഉയർന്നിട്ട് ജീവിക്കുന്നവനായ ഉന്നത വന്യനാമമുള്ളവനായ അതിശ്രേഷ്ഠനായ നാമമത്രേ യേശുക്രിസ്തുവിൻ്റെ നാമം. ആ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനും അവിടുന്ന് നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ദൈവം അത്രേ ഞങ്ങൾ സേവിക്കുന്ന ദൈവം. സകല മനുഷ്യരും രക്ഷപ്പെടണം എന്നുള്ളതാണ്. ഒരു കുഞ്ഞുപോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന അവിടുന്ന് ദൈവമല്ല യേശുക്രിസ്തു എന്ന ദൈവം. അവർ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് യേശുക്രിസ്തു വരാൻ താമസിക്കുന്നത്. എന്താ ചിലർ പറയാറുണ്ട്, നിങ്ങൾ 2000 വർഷങ്ങൾക്ക് അപ്പുറമായി നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു യേശുക്രിസ്തു ദാ വരുന്നു എന്നുള്ളത്. അതെ, യേശുക്രിസ്തു എന്തേ വരാത്തത് എന്ന് ചോദിച്ച് കളിയാക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ലോക സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന സ്നേഹിത, താങ്കൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ വരവ് താമസം എന്നുള്ളത് താങ്കൾ വിസ്മരിച്ചു പോകരുത്, താങ്കൾ മറന്നു പോകരുത്.
താങ്കളുടെ വിലയേറിയ ആത്മാവിനെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോട് താങ്കൾക്ക് വേണ്ടി അവൻ്റെ വരവ് താമസമായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സ്നേഹിത, താങ്കൾ ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവമകനായി തീരുക, നിത്യതയിൽ കാണുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ള സന്ദേശം. അതുകൊണ്ട് സകല മനുഷ്യരും അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ്. പാപികളെ തേടി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അതേ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം അത് ചരിത്ര സംഭവമായി AD BC എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന സംഭവ ചരിത്രം. യേശുക്രിസ്തുവിൻ്റെ മരണം, അവൻ്റെ ജീവിതം, അവൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ മരണം, അടക്ക പുനരുത്ഥാനം എത്രയോ അതുല്യമാണ്, അതെത്രയോ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇന്നേവരെ ഈ യേശുക്രിസ്തുവിലുള്ള സമാധാന സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാതെ പാപ വഴിയിൽ കൂടെ നടക്കുകയാണ്, ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ പറയട്ടെ, താങ്കൾ അവിടുന്ന് ഒരിക്കൽ മരിക്കും. പിന്നെ താങ്കൾക്കൊരു ന്യായവിധി വിശുദ്ധ വേദപുസ്തകത്തിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്കൾക്കൊരു ന്യായവിധി നിയമിച്ചിരിക്കുന്നു എന്ന്. താങ്കൾ ഒരു നാൾ മരിക്കും. ആ മരണശേഷം താങ്കൾ എവിടെ ചെലവഴിക്കും താങ്കളുടെ നിത്യത എന്ന് താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് താങ്കൾ അവിടുന്ന് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, താങ്കൾ ചിന്തിക്കുക, ഞാനിന്ന് മരിച്ചാൽ ഞാൻ എൻ്റെ നിത്യത എവിടെ ചെലവഴിക്കും? അതേ പ്രിയപ്പെട്ട സ്നേഹിത, താങ്കൾക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ജീവൻ അർപ്പിച്ച സ്നേഹിച്ച ആ മഹാസ്നേഹനിധി അത്രേ കർത്താവായ യേശുക്രിസ്തു. അവൻ മരണത്തെ ജയിച്ച് ജയാളിയായി, ജയവീരനായി, ജയഭേരി കൊണ്ടാടിയവനായ യേശുക്രിസ്തു ഇന്നും സ്വർഗത്ത് ജീവിക്കുന്നു. അതേ, അവൻ വേഗം വരും. തന്നിൽ വിശ്വസിച്ച, തനിക്ക് വേണ്ടി ജീവിക്കുന്ന, തന്നിൽ ആശ്രയിച്ച് തനിക്ക് വേണ്ടി ജീവിതം നയിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ, തൻ്റെ മക്കളെ ചേർക്കുവാൻ താമസം വിന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശ വെളിപ്പെടാൻ പോകുകയാണ്. അവന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ആ ലക്ഷണമാണ് ലോക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നുവരെയും ഈ ആത്മരക്ഷയ്ക്കുടെ ഉടമകളായി തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എസെക്കിയേലിൻ്റെ പുസ്തകം, പ്രവചന പുസ്തകമായ എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവിടുന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ദുഷ്ട, നിന്റെ വഴികളെ വിട്ട് നീ മനം തിരിയുക, അതിലല്ലോ യഹോവയ്ക്ക് താല്പര്യമെന്ന്. അതെ, അവിടുന്ന് പാപ വഴിയിൽ കൂടെ കടന്നുപോയി ജീവിക്കുന്ന ഒരു പാപിയായ മനുഷ്യനെ നോക്കി ദൈവം പറയുകയാണ്, നിന്റെ ദുർമാർഗങ്ങളെ, പാപവഴികളെ വിട്ട് നീ മടങ്ങി വരിക, തിരിഞ്ഞു വരിക. എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം? താങ്കളെക്കുറിച്ച് ദൈവം താല്പര്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നിന്റെ പാപവഴി വിട്ട് നീ മടങ്ങി വരിക എന്നുള്ളതാണ്. അതേ, ദൈവശബ്ദം നീ അനുദിനം കേൾക്കുന്നില്ലേ? നീ അതിനെ അവിടുന്ന് അവഗണിച്ചു പോയാൽ, അവിടുന്ന് സ്നേഹിത, നീ ഒരു നാൾ മരിക്കും. പിന്നെ നിനക്ക് ന്യായവിധിയും നിയമിച്ചിരിക്കുന്നു. ഒരു മഹാന്യായവിധി കടന്നു വരാൻ പോകുകയാണ്. ലോകത്തെ ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്നവനായ ആ സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യന്യായവിധിയിൽ താങ്കൾ നിൽക്കേണ്ടി വരും. അന്ന് താങ്കൾ പറയുമോ, കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ച് കേട്ടില്ല, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങേ അനുസരിക്കുമായിരുന്നു, അങ്ങേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് താങ്കൾക്ക് ആ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. എന്നാൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇവിടെയാണ് ദൈവം താങ്കൾക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതി എന്നുള്ളത്. അതേ പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതേ, ഒരേ ഒരു വഴി സ്വർഗത്തേക്ക് പോകുവാൻ, രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴി, അത് യേശുക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴി എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഞാൻ വഴികളിൽ ഒന്നാകുന്നു എന്നല്ല, ഞാൻ തന്നെ വഴി, മറ്റൊരു വഴിയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. നാം യേശുക്രിസ്തുവിൽ മാത്രമാണ് ആത്മരക്ഷ എന്നുള്ളത്. യേശുക്രിസ്തു മറ്റൊരു അവകാശവാദം ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അതേ പ്രിയമുള്ളവരെ, ഏകവാതിൽ രക്ഷപ്പെടുവാൻ, സ്വർഗത്തേക്കുള്ള ഏകവാതിൽ അത് കർത്താവ് യേശുക്രിസ്തുവാണ്. പിതാവായ ദൈവം മാനവരാശിക്ക് വേണ്ടി രക്ഷപ്പെടുവാൻ ഒരുക്കിയ ഏകവാതിൽ, ആ സ്വർഗീയ ഭവനത്തേക്ക് പ്രവേശിക്കുവാനുള്ള ഏകവാതിൽ, തുറക്കപ്പെട്ട ഏകവാതിൽ, അത് യേശുക്രിസ്തു ആകുന്ന വാതിൽ. അതേ, കർത്താവ് പറഞ്ഞു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. രക്ഷപ്പെടുത്തിയേക്കാമോ എന്നല്ല, ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാമോ എന്നല്ല കർത്താവ് പറഞ്ഞത്, മറിച്ച് രക്ഷപ്പെടും. അത്ര ഉറപ്പും ധൈര്യമാണ് യേശുക്രിസ്തു പ്രദാനം ചെയ്തിരിക്കുന്നത്. ആകയാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ മാന്യ സ്നേഹിത, താങ്കൾ ഒരു പാപിയായി ഇന്ന് ജീവിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, താങ്കൾ മനം തിരിയുക, താങ്കൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു ദൈവമകനായി തീരുക. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ രക്ഷാമാർഗം ഇത് വിശ്വാസത്തിൻ്റെ മാർഗമാണ്, ഇത് പ്രവൃത്തിയുടെ മാർഗമല്ല, ഇത് വിശ്വാസത്തിൻ്റെ മാർഗമാണ്.
ഇന്ന് അനേകര് ആത്മമോക്ഷത്തിനു വേണ്ടി രക്ഷപ്പെടുവാൻ വേണ്ടി അനേക വിധമായ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അവിടുന്ന് അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണം ചെലവാക്കി ഏതെല്ലാം സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു പോകുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇതിൻ്റെ ഒക്കെ ഏക ലക്ഷ്യം ആത്മമോക്ഷത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെ പരക്കം പായുന്നത്? ഞാനിങ്ങനെ പറയട്ടെ, ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ എവിടെ പുണ്യം, എവിടെ പുണ്യസ്ഥലം ഇരിക്കുന്നത് എന്ന് അവിടുന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പാപം ചെയ്ത മനുഷ്യനാൽ ഈ ഭൂമി ശപിക്കപ്പെട്ടു, ദൈവം ശപിക്കപ്പെട്ടാക്കി തീർത്തു ഭൂമിയെ. ആയതിനാൽ പ്രിയ സ്നേഹിത, താങ്കൾ ശപിക്കപ്പെട്ട ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ എവിടെ പുണ്യസ്ഥലം? ഇവിടെങ്ങും പുണ്യസ്ഥലം കാണുവാൻ കഴിയില്ല. എന്നാൽ താങ്കൾക്ക് പുണ്യം ലഭിക്കണമെങ്കിൽ, താങ്കൾ ഒരു പുണ്യനായി തീരണമെങ്കിൽ, ഒരു ദൈവവൈതലായി തീരണമെങ്കിൽ, താങ്കൾക്ക് വേണ്ടി ഇന്നേക്ക് 2021 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂസിൽ യാഗമായി തീർന്ന ആ പുണ്യവാളനായ യേശുക്രിസ്തുവിനെ അവിടുന്ന് താങ്കളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ താങ്കൾ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു ദൈവവൈതലായി തീരുവാനിടയായി തീരും. അതുകൊണ്ട് താങ്കളെ ദൈവം അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. താങ്കൾ രക്ഷപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരു ആശയമാണ് അവിടെ നാം കാണുന്നത്. രക്ഷപ്പെടുക മാത്രമല്ല, എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലും എത്തണം എന്നുള്ളതാണ്. ഇന്ന് ദൈവത്തെക്കുറിച്ച് അനേർക്കും അറിവില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അജ്ഞതമായ അറിവിൽ അവരുടേതായ ബുദ്ധിക്ക് ഉതകുന്ന അല്ലെങ്കിൽ ഊഹാഭോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവത്തെ അവിടുന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ കഴിയുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുവാൻ, സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അറിയണമെങ്കിൽ നാം പരിജ്ഞാനമുള്ളവരായി തീരണം. ഈ പരിജ്ഞാനം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് സദൃശവാക്യം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, യഹോവയോടുള്ള സത്യദൈവത്തോടുള്ള ഭക്തിയിൽ നാം എത്രമാത്രം വളർന്നുവോ ആ നിലയിൽ വളരുമ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. അതേ പ്രിയ സ്നേഹിത, ദൈവം ആരാണ്? ദൈവം ജീവനുള്ള ദൈവമാണ്, നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവമാണ്. നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമ്മെ അവിടുന്ന് സ്നേഹിച്ച ദൈവമാണ് സാക്ഷാൽ ദൈവം. അവൻ ജീവിക്കുന്ന ദൈവമാണ്, അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്, മനുഷ്യനോട് ഇടപെടുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ അവിടുന്ന് പരിപാലിക്കുന്ന ദൈവമാണ്. ഇങ്ങനെയുള്ള സത്യദൈവത്തെ അറിയുവാൻ നീ അവിടുന്ന് നിനക്ക് പരിജ്ഞാനം ഉണ്ടാകണം. ആ പരിജ്ഞാനം സൃഷ്ടിക്കുന്നത് ദൈവത്തോടുള്ള ഭക്തിയാണ്. ആ ദൈവഭക്തി നിനക്ക് എങ്ങനെ ലഭിക്കും? കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയാണ് നിനക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും അറിവ് അവിടുന്ന് ലഭിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് താങ്കൾ കടന്നു വരണം. ദൈവം എങ്ങനെയുള്ളവനാണ്? ആ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? ആ ദൈവം ഞാനുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത്? ആ ദൈവം എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള വിഷയം താങ്കൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ആ സത്യദൈവം അത്രേ നമ്മെ ദൈവം തൻ്റെ പുത്രൻ കൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ആകയാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സകല മനുഷ്യരും രക്ഷപ്പെടണം. അത് മാത്രം പോരാ, സകലരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതേ സത്യവും വഴിയും ജീവനുമാകുന്ന യേശുക്രിസ്തുവാണ് സാക്ഷാൽ സത്യം. അവിടുന്ന് സത്യമെന്തെന്നറിയാതെ അവിടുന്ന് അസത്യത്തിലേക്ക് നീങ്ങിയ മനുഷ്യവർഗത്തെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ സത്യമായ ദൈവം ലോകത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അവൻ നമുക്ക് വേണ്ടി വഴി അവിടുന്ന് തുറക്കപ്പെടുകയുണ്ടായി. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിത, താങ്കൾ ഇതുവരെ ഈ സത്യമാർഗത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, ഈ രക്ഷാമാർഗത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, ഞാനിങ്ങനെ പറയട്ടെ, താങ്കളെ കർത്താവായ യേശുക്രിസ്തു സ്നേഹിക്കുന്നു. താങ്കൾ രക്ഷപ്പെടുവാൻ യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു. താങ്കൾ നഷ്ടപ്പെട്ട ഒരു പാപിയാണ്. നഷ്ടപ്പെട്ട പാപിയെ തേടി വന്ന യേശു രക്ഷിതാവ് ആഗ്രഹിക്കുന്നത് താങ്കൾ രക്ഷപ്പെടണം, താങ്കൾ ദൈവത്തിലേക്ക് കടന്നു വരണം, ഈ സത്യദൈവത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ആഹ്വാനമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതമായി സ്വീകരിച്ച ദൈവമക്കളെ തീരുവാൻ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ സത്യ സുവിശേഷത്തിൻ്റെ സന്ദേശം താങ്കൾ ശ്രവിക്കുവാൻ താങ്കൾക്ക് ദൈവം അവസരം ഒരുക്കി തന്നു. ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഈ കേട്ട സുവിശേഷം താങ്കളുടെ ജീവിതത്തിൽ ശിക്ഷാവിധിക്ക് ഹേതുവായി തീരാതെ താങ്കൾ ഇരിക്കുന്ന ആ സ്ഥാനത്തിരുന്നു കൊണ്ട് താങ്കൾ ഇങ്ങനെ പറയുമോ, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിനു വേണ്ടിയാണല്ലോ അവിടുന്ന് സ്വർഗം വിട്ട് ലോകത്തിലേക്ക് വന്ന് കാൽവരി ക്രൂസിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു. പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം അങ്ങ് എനിക്ക് വേണ്ടി പകരമായി ഏറ്റെടുത്തു. എന്നെ നിത്യ നരകത്തുനിന്നും രക്ഷിപ്പാൻ എന്നോടങ്ങേക്ക് സ്നേഹം തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനായിട്ട് അംഗീകരിക്കുന്നു, എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവമകനായി തീർന്നെങ്കിൽ
താങ്കൾ എത്രയോ ശ്രേഷ്ഠം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. താങ്കൾ എത്രയോ അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ടവനാ തീരും. താങ്കൾ ഒരു ദൈവബോധലാ തീരും. താങ്കൾ അങ്ങനെ ഏറ്റുപറയുന്നെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അവിടുന്ന് താങ്കളെ സ്വർഗം അംഗീകരിക്കും. താങ്കൾ ഒരു ധന്യനായി തീരും. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയായി തീരും. അതിന് യാതൊരു സംശയമില്ല. ഈ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഈ മഹാസന്തോഷത്തിന് ഉടമകളായി ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തരികയുണ്ടായി. ഈ സന്തോഷമാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കിടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ നശിച്ചു പോകരുത്, നിത്യ നരകത്തിലേക്ക് പോയി നിദംപതിക്കരുത്. നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഒരു രക്ഷാ പദ്ധതി ദൈവം ഒരുക്കി തരികയുണ്ടായി. അതത്രേ സകല മനുഷ്യരും രക്ഷപ്പെടണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടുന്ന് വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ കേട്ട രക്ഷാ സന്ദേശം താങ്കളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് താങ്കൾ ജീവിതത്തെ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ സമർപ്പിക്കുമ്പോൾ താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. ഈ സന്ദേശം മുഖാന്തരം കർത്താവ് താങ്കളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ ചിന്തയിൽ നിന്നും വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ ഒരു പാട്ട്, യേശുവൻ പക്ഷമായി തീർന്നതിനാലുള്ള പാട്ട് കുഞ്ഞുങ്ങൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുന്നതാണ്. പിശാചിൻ്റെ പക്ഷക്കാരായിരുന്ന നാം യേശുവിൻ്റെ പക്ഷമായി തീർന്നു. യേശുവിൻ്റെ പക്ഷമായി തീർന്ന ദൈവമക്കൾ ഒരുമിച്ച് പാടുന്നൊരു പാട്ടാണ് യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്നുള്ള പാട്ട്. ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന.
കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് നടന്ന ശുശ്രൂഷയും വളരെ അനുഗ്രഹപ്രദമായി പര്യവസാനിക്കുവാൻ വലിയവനായ ദൈവം അനുവദിച്ചതോർത്ത് എല്ലാ മഹത്വവും കർത്തൃഭാഗത്തിൽ അർപ്പിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ ഓർക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച ബ്രദർ ആശിഷ് രാജൻ, സഹോദരി ആൻസി രാജൻ എന്നീ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്ക് ദൈവം നൽകിയതായ കൃപാവരങ്ങൾ ദൈവനാമത്തിന് ഉപയോഗിക്കാനിടയായി അവരുടെ സാന്നിധ്യവും ശുശ്രൂഷയും അനുഗ്രഹമായി തീർന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും അവരോട് നന്ദി കർത്തൃനാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷൻ പറയുകയും ലഘു സന്ദേശം അറിയിക്കുകയും ചെയ്ത കർത്താവ് പ്രസിദ്ധനായ BA പ്രസാദ് നെല്ലില അവർക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും കർത്തൃദാസനെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ സുനിൽ കൊട്ടാരക്കര, ക്യാമറ ഓപ്പറേറ്റ് ചെയ്തതായ സുനിൽ കൊട്ടാരക്ക എന്നിവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ശുശ്രൂഷയിൽ പങ്കെടുത്ത പാസ്റ്റർ രാജൻ മാനുവേൽ അവറുകൾ, സഹോദരൻ ബെനറ്റ് ജോൺ അവറുകൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് കർത്തൃഭാഗത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ 53-ാമത് എപ്പിസോഡും വളരെ അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാക്കി തീർന്നതിനായി സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ ശുശ്രൂഷയിൽ പകർന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓർത്ത പോലെ ഇത് മുഖാന്തരം ചില ഹൃദയങ്ങളിൽ ആശ്വാസം പ്രാപിക്കുവാനും ധൈര്യം പ്രാപിപ്പാനും പ്രത്യാശ പ്രാപിപ്പാനും കർത്താവിലേക്ക് തങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ നാമത്തെ എല്ലാറ്റിലും ഉയർത്തിരിക്കാൻ സ്തോത്രം. ഇത്രത്തോളം സഹായത്തിനായ സ്തോത്രം. അവിടെ നാമത്തെ മുതിർന്നതിനായ സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെട്ട് കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവ് ആശ്വാസവും സൗഖ്യവും നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെയും മറ്റും കാരണത്താൽ ഭാരപ്പെടുന്ന പലരുണ്ട്. അവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. വിവിധ പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. ദുഃഖത്തിലും നിരാശയിലും കഷ്ടത്തിലും ഭാഗ്യത്തിലും ഇരിക്കുന്നവരുണ്ട്. അവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല കർത്താവായ ദൈവം കൂടെ ഇരുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകം എമ്പാടും കർത്താവിനെ വരാനായി കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും എന്നേക്കും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.